അപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ NDA മുന്നോട്ട് വയ്ക്കുന്ന അജണ്ട എന്തായിരിക്കും? NDA മുമ്പോട്ട് വയ്ക്കുന്ന അജണ്ട എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായി ഇന്ന് ഇന്ത്യ ഗവൺമെൻറ് എടുത്തിട്ടുള്ള ഇത്രയും കഴിഞ്ഞ 5 വർഷം കൊണ്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങളും അതുകൊണ്ട് ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ള ഗുണങ്ങളും അതിൻ്റെ തുടക്കം മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 19-60 വർഷക്കാലമായിട്ട് മാറി മാറി ഇവരെല്ലാം ഭരിച്ച ശേഷം ഇതുവരെ ചെയ്യാൻ പറ്റാതിരുന്ന ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ചെയ്തു കഴിഞ്ഞു. ഈ 5 വർഷം കൊണ്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. ഇത്രയും ഇതിൻ്റെയൊക്കെ തുടക്കം മാത്രം ഇട്ടിരിക്കുക. ഇനി അതിൻ്റെയൊക്കെ കൂടുതൽ മുന്നോട്ട് ഇന്ത്യക്ക് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും തുടർഭരണം ഉണ്ടായാലേ മതിയാകും. അതായത് മോദിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് ഉണ്ടായാലേ മതിയാകും. അതല്ലെങ്കിൽ ഒരു കാരണവശാലും ഈ പറയുന്ന ഇത്രയും വർഷം ഈ 5 വർഷം ചെയ്ത ജോലി അതിൻ്റെ ഒരു ശരിയായിട്ട് അതിൻ്റെ ഗുണം ഇന്ത്യയിൽ ജനങ്ങൾക്ക് മുഴുവൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനിയും ഒരു 10 വർഷമെങ്കിലും ഈ ഗവൺമെൻറ് പോകണം. പക്ഷേ ഈ 5 വർഷക്കാലത്ത് പിന്നോക്ക സമുദായങ്ങൾക്ക് വല്ല പ്രയോജനം ഉണ്ടായിട്ടുണ്ട്? ഒരു ദോഷങ്ങളും ഉണ്ടായിട്ടില്ലല്ലോ. പ്രത്യേകം എന്ത് ഗുണമാണ് കഴിഞ്ഞ 10-60 വർഷം കൊണ്ട് പിന്നോക്കക്കാർക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്? അല്ല, മെച്ചം എന്താ ഉണ്ടായിട്ടുണ്ട്? അല്ല, ഇത് ഈ പറയുന്ന 60 വർഷം ഭരിച്ചവർ എന്താ മെച്ചം ചെയ്തിട്ടുള്ളത്? അതിനേക്കാൾ ഏതായാലും ഗുണകരമായിട്ടുള്ള മെച്ചങ്ങളൊക്കെ ഇന്നത്തെ സർക്കാർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന കൃഷിക്കാർക്ക് ഉൾപ്പെടെയുള്ള കാര്യം ഇത് കോമൺ ആയിട്ട് എല്ലാവർക്കും ഇന്ത്യ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രമല്ലല്ലോ, അത് വളരെ വ്യക്തമായിട്ട് നിന്നിട്ടുണ്ട്. എടുത്ത് ഉൾപ്പെടെ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും ജാതിയും അല്ലെങ്കിൽ ഒരു വർണ്ണവിഭേദങ്ങൾക്കെതിരെ തന്നെ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതി എല്ലാവർക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BDJSൻ്റെ വളരെ മികച്ച പ്രകടനമായിരുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് അതിൽ നിന്നൊരു മെച്ചപ്പെട്ട രീതിയിലേക്ക് പോകും? എന്താ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും അതിനേക്കാൾ വളരെ മെച്ചപ്പെട്ട രീതിയിലേക്ക് പോകും. തീർച്ചയാണത്. കാര്യം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഒരു സീറ്റ് പോലും കിട്ടും എന്നുള്ള തോന്നൽ കേരളത്തിൽ ജനങ്ങൾക്കില്ലായിരുന്നു, വോട്ടർമാർക്കില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഇലക്ഷൻ നമ്മൾ ഫേസ് ചെയ്യുന്നത് ഇവിടെ കേരള സംസ്ഥാന സർക്കാരിൽ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ വേണ്ടിയിട്ടില്ല. ഇന്ന് മോദി സർക്കാരിന് വേണ്ടി നടത്തുന്ന ഒരു ഇലക്ഷനാണിത്. ഇന്ത്യക്ക് നാളുകൾ വളർച്ച ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കാരനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തി നിൽക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ മോദി സർക്കാർ തിരിച്ചു വന്നേ മതിയാവും. അതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ചെറുപ്പക്കാരും ചിന്തിക്കാൻ കഴിവുള്ള മുഴുവൻ ആളുകളും രാഷ്ട്രീയ ഭേദമന്യേ തീർച്ചയായും ഈ പ്രാവശ്യം NDA സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.